കർണാടകത്തിൽ ഇന്ന് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ചേരും. ഡി.കെ. ശിവകുമാറിനെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കും. രാജ്യസഭയിലേക്കില്ലെന്ന് വ്യക്തമാക്കിയ സിദ്ധരാമയ്യ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പിടിമുറുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഉപമുഖ്യമന്ത്രി പദവും പ്രധാനമന്ത്രി സ്ഥാനങ്ങളിലും താൻ നിർദ്ദേശിക്കുന്നവർക്ക് നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആവശ്യങ്ങൾക്ക് ഡി.കെ. ശിവകുമാർ പൂർണ്ണമായും വഴങ്ങില്ലെന്നാണ് സൂചന. വി വിനോദ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. വിനോദ്, എന്തായാലും അത്ര സുഗമമായിരിക്കില്ല ഈ അധികാരമാറ്റം എന്നതിന്റെ വ്യക്തമായ സൂചന സിദ്ധരാമയ്യ നൽകിക്കഴിഞ്ഞു. തന്നോടൊപ്പം നിൽക്കുന്നവരെ അദ്ദേഹം വിളിച്ചു ചേർക്കുകയും തന്റെ രാജി അവരെ അറിയിക്കുകയും ചെയ്തതാണ്. ഡി.കെ. ശിവകുമാർ മുഖ്യമന്ത്രിയാകുമെന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ സിദ്ധരാമയ്യ വിട്ടുകൊടുക്കില്ല എന്ന് തന്നെയല്ലേ? മഞ്ജുഷ, വലിയൊരു പ്രതിസന്ധിയിലേക്ക് കർണാടകയിൽ കോൺഗ്രസിനെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുകയാണ് സിദ്ധരാമയ്യ. കാരണം അദ്ദേഹം ഈ പദവി ഒഴിയുന്നതിന് തൊട്ട് മുൻപ് അദ്ദേഹം അംഗീകരിച്ച ഒരു റിപ്പോർട്ട്, അത് ജാതി സെൻസസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ്. ഒക്കലിക, അതോടൊപ്പം തന്നെ മുന്നാക്ക വിഭാഗങ്ങൾക്ക് തിരിച്ചടിയാകുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ട് അംഗീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇറങ്ങുന്നത്. ലിംഗായത്ത് ഉൾപ്പെടെയുള്ള മുന്നോക്ക വിഭാഗങ്ങൾക്ക് തിരിച്ചടിയാകുന്ന ഒരു റിപ്പോർട്ട്. അത് എന്തുകൊണ്ടെന്നാൽ പിന്നാക്ക ന്യൂനപക്ഷ ദളിത് വിഭാഗങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്ന തരത്തിൽ, ജനസംഖ്യ ആനുപാതികമായി കൂടുതൽ അവസരങ്ങളും അവർക്ക് കൂടുതൽ വിഹിതവും കിട്ടുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത്. ഡി.കെ. ശിവകുമാറാകട്ടെ മുന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ള ജനപ്രതിനിധിയാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയാകുമ്പോൾ ഈ റിപ്പോർട്ട് തള്ളിയാലും കൊണ്ടാലും ബുദ്ധിമുട്ടാകും. കാരണം തള്ളിയാൽ അത് ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ നീക്കമാകും. പിന്നാക്ക വിഭാഗങ്ങളെ തള്ളിക്കൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ നടപടിയാകും. ഇനി അത് ഉൾക്കൊണ്ടാൽ സ്വാഭാവികമായും ഭൂരിപക്ഷ വിഭാഗം കോൺഗ്രസിൽ നിന്ന് അകലുമോ എന്ന ഭയം AICC നേതൃത്വത്തിനുൾപ്പെടെയുണ്ട്. അങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ട് കാര്യങ്ങൾ വെച്ചിരിക്കുകയാണ്. മാത്രമല്ല, കേന്ദ്രത്തിൽ ജാതി സെൻസസ് നടപ്പാക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് രാഹുൽ ഗാന്ധി തുടർച്ചയായി ആവശ്യപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ ഇത് തള്ളിക്കളയാൻ കഴിയുകയുമില്ല. അങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയിൽ കോൺഗ്രസിനെ കൊണ്ടു ചെന്ന് നിർത്തിയിരിക്കുകയാണ് സിദ്ധരാമയ്യ. മാത്രമല്ല, അദ്ദേഹം രാജ്യസഭാ സീറ്റ് സ്വീകരിക്കുന്നുമില്ല. അങ്ങനെ ഒരു വാഗ്ദാനം നിരസിച്ചുകൊണ്ട് സ്റ്റേറ്റ് പൊളിറ്റിക്സിൽ തന്നെ നിൽക്കാനാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം. അതായത് കർണാടകയിലെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ സജീവമായി നിൽക്കാൻ സിദ്ധരാമയ്യ ആഗ്രഹിക്കുന്നു. മാത്രമല്ല, ഇപ്പോൾ തന്നെ 7 പേർ മന്ത്രിമാരാകണം, പുതിയ മന്ത്രിസഭ വരുമ്പോൾ അതിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടുണ്ട്. ഇതിൽ ബഹുഭൂരിപക്ഷം പേരും സിദ്ധരാമയ്യയോട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണ്. അതെല്ലാം തന്നെ ഡി.കെ. ശിവകുമാർ അംഗീകരിക്കുമോ എന്നതിലും സംശയം അവശേഷിക്കുന്നുണ്ട്. ഇന്ന് പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നു. ഡി.കെ. ശിവകുമാറിനെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കും. നേരത്തെയുള്ള ധാരണയനുസരിച്ച് 2.5 വർഷം വീതമാണ് ഇരുവർക്കും മുഖ്യമന്ത്രി സ്ഥാനം പങ്കിട്ട് നൽകിയത്. എന്നാൽ അതിൽ നിന്ന് സിദ്ധരാമയ്യ പിന്നാക്കം പോവുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, തൻ്റെ മന്ത്രിസഭയിൽ ഡി.കെ. ശിവകുമാർ ഉണ്ടാകരുത് എന്നതായിരുന്നു തൻ്റെ തുടക്കത്തിലെ ആവശ്യം. പക്ഷേ അത് മാറ്റിമറിച്ചുകൊണ്ട് ഡി.കെ. ശിവകുമാറിനെ ഉപമുഖ്യമന്ത്രിയാക്കി. അതുകൊണ്ട് തന്നെ രാജിയില്ല എന്നൊരു നിലപാടിലേക്ക് സിദ്ധരാമയ്യ പോവുകയായിരുന്നു. പക്ഷേ എഴുതി തയ്യാറാക്കിയ കരാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ചാണ് AICC നേതൃത്വം അദ്ദേഹത്തെ ഒരു വരുതിയിൽ നിർത്തിയത്. ഏതായിരുന്നാലും അങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുമ്പോഴും ചില തലവേദനകൾ സൃഷ്ടിക്കാൻ പാകത്തിലുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടാണ് സിദ്ധരാമയ്യ പടിയിറങ്ങുന്നത്. ശരി വിനോദ്, എന്തായാലും തന്റെ പിൻഗാമിക്കും അതുപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിനും വലിയ വെല്ലുവിളി ഉണ്ടാക്കിക്കൊണ്ടാണ് ഇപ്പോൾ സിദ്ധരാമയ്യ പടിയിറങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അവസാനത്തെ മുഖ്യമന്ത്രി എന്ന രീതിയിലുള്ള അവസാനത്തെ തീരുമാനവും കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്നതാണ്. ജാതി സെൻസസ് കാർഡ് ഇറക്കിയിരിക്കുകയാണ് കർണാടകത്തിൽ സിദ്ധരാമയ്യ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.